ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്ത് പണിയായി കാണിച്ചേ? ഈ നേരം വരെ വിശപ്പ് സഹിച്ച് ഈ കൊച്ചിയുടെ കാത്തിരിക്കുകയായിരുന്നു. അഥവാ നിനക്ക് പുറത്തുനിന്ന് കഴിക്കണമെങ്കിൽ ആ വിവരം നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്ന? അയ്യോ, ഞാനത് ഓർത്തില്ല. മധുരം ആയിക്കോട്ടെ. പിള്ളേരുടെ ഒരു കാര്യം. അതെ, ഈ ചെറിയ ചെറിയ വഴക്കുകളെ അങ്ങോട്ട് ചിരിച്ചു തന്നെ അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. കേട്ടോ മോളെ? എന്റെ പേഴ്സണൽ കണ്ണാടി ആ മുഖത്തുണ്ട്. ഇതിന്റെ പേഴ്സ് അവിടെ പോയി. ഇതെന്താ? മാംഗോ. ഇവിടെ നോക്ക്. ജ്യോതി, നീ ഇന്ന് തെക്കേ വീട്ടിലെ സുധയോട് സംസാരിച്ചായിരുന്നോ? ഉവ്വ്, അവരെന്നെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. എന്നിട്ട് നീ എന്തൊക്കെയാ അവരോട് പറഞ്ഞത്? ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. മനുവിന്റെ അമ്മ എങ്ങനെയുണ്ട്, അമ്മയുടെ പെരുമാറ്റം എങ്ങനെയുണ്ട് എന്നൊന്നും ചോദിച്ചില്ലേ? ചോദിച്ചു. അപ്പൊ നീ എന്താ പറഞ്ഞേ? എന്നോടെന്തിനാ അങ്ങനെയൊക്കെ ചോദിക്കുന്നെന്ന് ചോദിച്ചു. ഇത്രയും കാലമായിട്ട് നിങ്ങൾ അയൽവാസികളല്ലേ, അമ്മ എങ്ങനെയാ പെരുമാറുക എന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് നീ ചോദിച്ചു അല്ലേ? അമ്മേ, ഞാനത് നല്ല അർത്ഥത്തിലാ ചോദിച്ചത്. അതിലെന്താടി നല്ല അർത്ഥം? അത് കേട്ടിട്ട് പോയ സുധ എന്താ വിചാരിച്ചിട്ടുണ്ടാവുക? അവരെന്ത് വിചാരിക്കാനാ? അവര് വിചാരിച്ചു. അവൾ എന്നോട് ചോദിച്ചു, ചേച്ചി മരുമോളെ നന്നായിട്ട് ദ്രോഹിക്കുന്നുണ്ടല്ലോ എന്ന്. ഞാൻ അവരോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നീ പറയാതെ വല്ലതൊക്കെ വിളിച്ചു പറയാൻ അവർക്കെന്താ ഭ്രാന്താണോ? ഇതെന്തൊരു കഷ്ടമാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ ഒരു മുറിയിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നോളാം. അയൽവക്കക്കാരോട് പറഞ്ഞാ മതി ഇവിടെ ഇങ്ങനെ ഒരാളുള്ളത് നിങ്ങൾ നോക്കണ്ടാന്ന്. നീ ഒരുത്തി ഇവിടെ വന്നതുകൊണ്ടേ ഞാൻ എന്റെ അയൽവക്കക്കാരുടെ മുന്നിൽ മോശക്കാരിയാവണോ? അമ്മയുടെ പ്രശ്നം എന്തുവാ? അമ്മയ്ക്ക് മനുവിന്റെ ഭാര്യയായിട്ട് എന്നെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അതിപ്പോ ഇനി ഞാൻ പറഞ്ഞിട്ടെന്താ? എന്തായാലും നീ നിന്റെ കുടുംബക്കാരും കൂടി അവനെ അങ്ങ് വളച്ചൊടിച്ചു വെച്ചിരിക്കുവല്ലേ. അവന് കൊള്ളാവുന്നൊരു ജോലിയുണ്ട്, സമൂഹത്തിൽ അറിയപ്പെടുന്നവനുമാണ്. അപ്പൊ പിന്നെ നേട്ടമുണ്ടല്ലോ. അമ്മ നിർത്ത്. ഞാൻ ഇവിടെ വന്നത് അതുകൊണ്ടല്ലെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും വെറുതെ കൈതാക്കടി തോക്കാൻ. നീ എന്നോട് കൈ ചൂണ്ടി സംസാരിക്കാറായോ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ കൈ ചൂണ്ടി സംസാരിക്കും. അത് അമ്മയല്ല വേറെ ആരായാലും. ഒരുപാട് ഞാൻ സഹിക്കുന്നുണ്ട്. പക്ഷെ ഇനി എന്നോട് അമ്മായിമ്മ പോര് കാണിച്ച നീ എന്ത് ചെയ്യും? പറ. നിന്നോടാ ചോദിച്ചത് എന്ത് ചെയ്യൂന്ന് പറയാൻ. അടങ്ങി ഒതുങ്ങി തരുന്നത് തിന്നോളണം. അല്ലാതെ നിന്റെ നാവെടുത്ത് പ്രയോഗിക്കാൻ നിന്നാലുണ്ടല്ലോ. ഒരുപാടായില്ലേ? അവൻ വരുമ്പോ വരട്ടെ. മോള് ഭക്ഷണം കഴിക്കേ. വരട്ടെ, എന്നിട്ട് ഒന്നിച്ച് കഴിക്കാം. നമുക്ക് ആദ്യം ശീലമൊക്കെ ഒന്ന് മാറ്റണം. ഭക്ഷണം കഴിക്കുന്നത് ഓരോരുത്തരുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിട്ടാ. അത് കൃത്യസമയത്ത് കഴിച്ചാ
അതാണ് ഏറ്റവും നല്ലത്. ഈ ഭക്ഷണത്തിന്റെ മുന്നിൽ ഈ കാത്തിരിപ്പ് നിന്നാ തന്നെ മനുഷ്യൻ പാതി രക്ഷപ്പെടും. ആ എനിക്കിപ്പോ അങ്ങനെ രക്ഷപ്പെടണമെന്നില്ല. ഞാൻ എന്തായാലും ഇപ്പൊ കഴിക്കുന്നില്ല. ആ, ഓ അതവൻ വന്നെന്ന് തോന്നുന്നു. മോളെ നീ നല്ലോണം ചൂടായിക്കൊള്ളും കേട്ടാ. നല്ല വഴക്ക് പറയണം കേട്ടാ. പറ കണ്ടക്കത്തിലുള്ള ഉരുണ്ട് വരട്ട്. നീ ഇതുവരെ എവിടെയായിരുന്നു? ആ അത് ഉത്തരയുടെ കൂടെ ഒരു സ്ഥലം വരെ പോയിരുന്നു. അല്ല നിത്യ പറഞ്ഞില്ലേ? പോയ സ്ഥലത്തിനും പേരൊന്നുമില്ലേ? ഞാനാ ചോദിച്ചേ. സാധാരണ ഒരു കാര്യം വരുമ്പോ ആ കാര്യവും പോകുന്ന സ്ഥലവും ഒക്കെ കൃത്യമായിട്ട് പറയുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നല്ലോ. അല്ല ഇതെന്താ മാവ ഇങ്ങനൊരു ചോദ്യം ചെയ്യല്? ഞാനെന്താ എങ്ങോട്ടെങ്കിലും വഴിതെറ്റിപ്പോയോ? അതോ പുറത്തു പോകുമ്പോ എനിക്ക് പെരുമാറാൻ അറിയില്ലേ? അല്ല അതറിയില്ല. എടാ ഈ പൊതുപ്രവർത്തനവും നാട്ടുകാരെ നന്നാക്കാൻ നടക്കുന്നവർക്കൊക്കെ ഈ കുടുംബ ജീവിതത്തില് ഒരു കൃത്യതൊന്നും കാണിക്കാറില്ല. എടാ ജീവിതത്തില് അല്ല ഇങ്ങനെയൊക്കെ പറയാൻ ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? എടാ ഈ കാത്തിരിക്കുന്ന ടെൻഷൻ നിനക്ക് അറിയത്തില്ല. എന്തിനാ ടെൻഷൻ? പിന്നെ ടെൻഷൻ ആവില്ലേടാ. എന്തൊക്കെ പ്രശ്നങ്ങളായി ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നേ? ഇപ്പോഴും ഭീഷണിയൊക്കെ അവസാനിച്ചിട്ടുണ്ടോ? ഏതൊക്കെ വഴിയാ അപകടം വരാന്ന് അറിയാണ്ടിരിക്കുക. അവിടെ അവരുടെ പാതിരാ സർക്കിട്ട്. അല്ല എടോ പിന്നെ ഞാൻ കഴിച്ചു. താൻ കഴിച്ചോ? അല്ല ഞാൻ ഉത്തരയുടെ കൂടെ പുറത്തുനിന്ന് കഴിച്ചു. താൻ കഴിക്ക്. നീ എന്ത് പണിയായി കാണിച്ചേ? ഈ നേരം വരെ വിശപ്പ് സഹിച്ച് ഈ കൊച്ചിയുടെ കാത്തിരിക്കുകയായിരുന്നു. അഥവാ നിനക്ക് പുറത്തുനിന്ന് കഴിക്കണമെങ്കിൽ ആ വിവരം നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്ന? അയ്യോ ഞാനത് ഓർത്തില്ല. താൻ കഴിക്കേ. കഴിക്കേ. അമ്മാവൻ കഴിച്ചാട്ടെ. മധുര നൊമ്പരക്കാറ്റ്